സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ധാരാവൈദ്യുതിയുടെ പാർട്ട് 3 ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശ്രേണി രീതിയെക്കുറിച്ചാണ് പറഞ്ഞത്. അടുത്ത് നോക്കാൻ പോകുന്നത് സമാന്തര രീതിയെക്കുറിച്ചാണ്. ചിത്രം 7.13bയിൽ സെല്ലുകൾ ക്രമീകരിച്ചിരിക്കുന്നത് സമാന്തര രീതിയിലാണ്. ഒരു സെല്ലിൻ്റെ പോസിറ്റീവ്, നെഗറ്റീവ് എന്നിവ യഥാക്രമം അടുത്ത സെല്ലിൻ്റെ പോസിറ്റീവ്, നെഗറ്റീവുമായി ബന്ധിപ്പിക്കുന്ന രീതിയാണ് ഇത്. രണ്ടാമത്തെ പിക്ചറാണ് സമാന്തര രീതി എന്ന് പറയുന്നത്. അതായത് ലെഫ്റ്റ് സൈഡിൽ രണ്ട് ബാറ്ററിയുടെയും പോസിറ്റീവും വോൾട്ട്മീറ്ററിൻ്റെ പോസിറ്റീവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ബാറ്ററിയുടെ രണ്ട് നെഗറ്റീവും വോൾട്ട്മീറ്ററിൻ്റെ നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ബാറ്ററികൾ അറേഞ്ച് ചെയ്യുന്നതിനെ പറയുന്നതാണ് സമാന്തര രീതി എന്ന് പറയുന്നത്. ശ്രേണി രീതിയിലാവുമ്പോൾ ഒരു ബാറ്ററിയുടെ പുറകിൽ മറ്റൊരു ബാറ്ററി അങ്ങനെയാണ് ഘടിപ്പിക്കുന്നത് അല്ലേ. സമാന്തര രീതിയിലേക്ക് വരുമ്പോൾ ഒന്ന് മുകളിൽ അതിൻ്റെ താഴെ അടുത്ത ബാറ്ററി അങ്ങനെ വരുമ്പോഴാണ് സമാന്തര രീതി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ളത് വായിക്കാം. സമാന്തര രീതിയിൽ സമാന സെല്ലുകൾ ക്രമീകരിക്കുമ്പോൾ ഒരു സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് തുല്യമായ പൊട്ടൻഷ്യൽ വ്യത്യാസം മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ സമാന്തര രീതിയിൽ സെല്ലുകൾ ക്രമീകരിക്കുമ്പോൾ പൊട്ടൻഷ്യൽ വ്യത്യാസം എങ്ങനെയായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര സെല്ലുകൾ വന്നാലും അതിൻ്റെ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് ഒരു സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് തുല്യമായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതാണ് സമാന്തര രീതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ശ്രേണി രീതിയിലാവുമ്പോൾ എല്ലാ സെല്ലുകളുടെയും പൊട്ടൻഷ്യൽ വ്യത്യാസം കൂട്ടിയിട്ടായിരിക്കും ശ്രേണി രീതിയിൽ ആകെ പൊട്ടൻഷ്യൽ വ്യത്യാസം കണ്ടുപിടിക്കുന്നത്. സമാന്തര രീതിയിലേക്ക് വരുമ്പോൾ പൊട്ടൻഷ്യൽ വ്യത്യാസം ഒരു സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് തുല്യമായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ. വൈദ്യുത പ്രവാഹം കൂടുതൽ സമയത്തേക്ക് ലഭിക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ സെല്ലുകൾ ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ സമാന്തര രീതിയിൽ നമ്മൾ സെല്ലുകൾ ബന്ധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്ക് കുറേ സമയത്തേക്ക് വൈദ്യുത പ്രവാഹം ലഭിക്കുന്നതാണ് പറയുന്നത്. മൊബൈൽ ഫോണിൻ്റെയും മറ്റും പവർ ബാങ്കുകളിൽ സമാന്തര രീതിയിലാണ് സെല്ലുകൾ ഘടിപ്പിക്കുന്നത്. മൊബൈൽ ഫോണിൻ്റെ ഒക്കെ പവർ ബാങ്കുകൾ നമുക്ക് കുറേ സമയത്തേക്കൊക്കെ ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ കൂടുതൽ സമയത്തേക്ക് നമുക്ക് വൈദ്യുത പ്രവാഹം കിട്ടണമെങ്കിൽ അതിലുള്ള സെല്ലുകൾ എങ്ങനെ സമാന്തര രീതിയിൽ ഘടിപ്പിക്കണം. മനസ്സിലായല്ലോ പറഞ്ഞത്. ചിത്രം 7.13cയിൽ കാണിച്ചതുപോലെ സെല്ലുകൾ ക്രമീകരിച്ചാൽ പൊട്ടൻഷ്യൽ വ്യത്യാസം ലഭിക്കാത്തതിനാൽ ഈ രീതിയിൽ സെല്ലുകൾ ക്രമീകരിക്കാൻ പാടില്ല. ഇവിടെ ഈ സി എന്ന് പറയുന്ന അല്ലെങ്കിൽ 3 എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകത നോക്കിയേ. ഇവിടെ ബാറ്ററികൾ കണക്ട് ചെയ്തിരിക്കുന്നത് രണ്ട് പോസിറ്റീവ് ഒരുമിച്ചും അതുപോലെ തന്നെ നെഗറ്റീവ് രണ്ട് സൈഡും അപ്പുറത്തേക്കാണ് വന്നിരിക്കുന്നത് അല്ലേ. അതായത് വോൾട്ട്മീറ്ററിൻ്റെ പോസിറ്റീവ് ഒരു ബാറ്ററിയുടെ നെഗറ്റീവിലേക്കും റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ വോൾട്ട്മീറ്ററിൻ്റെ നെഗറ്റീവ് മറ്റേ ബാറ്ററിയുടെ നെഗറ്റീവിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. അങ്ങനെ വരാമെന്നുണ്ടെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാവില്ല. കാരണം ഇവിടെ ഇലക്ട്രോണുകളൊന്നും പ്രവഹിക്കില്ല അല്ലെ. കൂടിയ ഭാഗത്തുനിന്നും കുറഞ്ഞ ഭാഗത്തേക്കൊക്കെ ആയിരിക്കും ഇലക്ട്രോണുകളായാലും എല്ലാം പ്രവഹിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ രണ്ട് നെഗറ്റീവുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്രമീകരണത്തിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം ലഭിക്കില്ല. അതുകൊണ്ട് അവിടെ പൊട്ടൻഷ്യൽ വ്യത്യാസം 0 ആയിരിക്കും. ഇനിയൊരു പ്രോബ്ലമാണ്. നിങ്ങൾക്ക് 1.5 വോൾട്ട് EMF വീതമുള്ള 4 സെല്ലുകൾ തന്നിരിക്കുന്നു. ഇവ ഉപയോഗിച്ചുണ്ടാക്കാവുന്ന പരമാവധി പൊട്ടൻഷ്യൽ വ്യത്യാസം എത്ര? ഇതിൻ്റെ ക്രമീകരണ രീതി ചിത്രീകരിക്കുക. ഇവിടെ നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് 1.5 വോൾട്ട് EMF ഉള്ള 4 സെല്ലുകളിൽ നിന്നും പരമാവധി പൊട്ടൻഷ്യൽ വ്യത്യാസം നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞിരിക്കുന്നത്. പരമാവധി പൊട്ടൻഷ്യൽ വ്യത്യാസം നമുക്ക് കിട്ടണമെങ്കിൽ ഇവയെ നമുക്ക് ശ്രേണി രീതിയിൽ ബന്ധിപ്പിക്കണം. അതായത് ലെഫ്റ്റ് സൈഡിൽ പോസിറ്റീവ്, അതായത് വലിയ വര വരുന്നത് പോസിറ്റീവും ചെറിയ വര വരുന്നത് നെഗറ്റീവാണ്. ഒരു വലുതും ഒരു ചെറുതെന്ന് പറയുന്നത് ഒരു സെല്ലാണ്. അതുപോലത്തെ 4 സെല്ലുകൾ ശ്രേണി രീതിയിൽ ബന്ധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നും പരമാവധി പൊട്ടൻഷ്യൽ വ്യത്യാസം ലഭിക്കും. ഒരു സെല്ലിൻ്റെ 1.5 ആണ്. അതുപോലത്തെ 4 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ വ്യത്യാസം = 4 × 1.5 ദാറ്റ് = 6 വോൾട്ട് ആയിരിക്കും ഇവിടെ പൊട്ടൻഷ്യൽ വ്യത്യാസം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 9 വോൾട്ടിൻ്റെ ബാറ്ററിയിൽ സമാനമായ 6 സെല്ലുകൾ ശ്രേണി രീതിയിലാണ് ഘടിപ്പിച്ചത് എങ്കിൽ ഒരു സെല്ലിൻ്റെ EMF എത്ര? പൊട്ടൻഷ്യൽ വ്യത്യാസം = സെല്ലുകളുടെ എണ്ണം × EMF. നമ്മൾ പൊട്ടൻഷ്യൽ വ്യത്യാസം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കാറ് അല്ലേ. സെല്ലുകളുടെ എണ്ണം × EMF കണ്ടുപിടിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ പൊട്ടൻഷ്യൽ വ്യത്യാസം കിട്ടും. ഇവിടെ നമുക്ക് പൊട്ടൻഷ്യൽ വ്യത്യാസം തന്നിരിക്കുന്നത് 9 വോൾട്ടാണ്. സെല്ലുകളുടെ എണ്ണം 6 എണ്ണമാണ്. നമുക്ക് കാണേണ്ടത് എന്താണ്? EMF ആണ് അല്ലേ. ഒരു സെല്ലിൻ്റെ EMF കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് = 9/6, അതായത് പൊട്ടൻഷ്യൽ വ്യത്യാസം ബൈ സെല്ലുകളുടെ എണ്ണം എന്നും വരും. 9/6 ഹരിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ 1.5 ആണ്. ഞാനിവിടെ പൊതുഘടകം എടുത്തിട്ട് മാത്സിലൊക്കെ ചെയ്യുമല്ലോ, അതേപോലെ ഒന്ന് ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ. അതായത് 9ന് നമുക്ക് 3 × 3 എന്ന് എഴുതാം, 6ന് 3 × 2 എന്ന് എഴുതാം. അപ്പോൾ മുകളിലും താഴെയും അതായത് അംശത്തിലും ഛേദത്തിലും 3 വന്നിരിക്കുന്നത് കൊണ്ട് 3നെ നമുക്ക് മാറ്റി നിർത്താം. ബാക്കി വരുന്നത് 3/2 ആണ്. അതിന് നമുക്ക് ഹരിക്കുമ്പോൾ 1.5 കിട്ടും.
ഞാൻ പെട്ടെന്നേ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് എഴുതി പോയതാണ്. നിങ്ങളപ്പോൾ പൊതുഘടകം ഒന്ന് എടുത്ത് എഴുതണ പരിപാടി ഇല്ലയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണ്ട. നിങ്ങൾ നേരിട്ട് അങ്ങോട്ട് ഹരിച്ചോട്ടാ. ഇനി അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ ആണെങ്കിൽ ചെയ്തോ. വലിയ വലിയ നമ്പറുകളൊക്കെ വരാമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ പൊതുഘടകം എടുത്ത് ചെയ്യാമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ. നെക്സ്റ്റ് ആണ് സെല്ലുകൾ അഥവാ ബാറ്ററികൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും തമ്മിൽ ചാലകം വഴി നേരിട്ട് ബന്ധിപ്പിക്കരുത്. അതായത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവും. ഇവിടെ ചാലകം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? വൈദ്യുതി കടന്നു പോകുന്ന പദാർത്ഥങ്ങളെയാണ്, അല്ലെങ്കിൽ കടത്തിവിടുന്ന പദാർത്ഥങ്ങളെയാണ് ചാലകം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു വയറിൻ്റെ കഷ്ണം എടുത്തിട്ട് ഒരു ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ഒരുമിച്ച് അങ്ങോട്ട് കണക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആ ബാറ്ററി അങ്ങ് അടിച്ചു പൊക്കോളും അല്ലേ? അടുത്തത്, സെല്ല് ബാറ്ററി വായിൽ ഇടുകയോ ചവയ്ക്കുകയോ ചെയ്യരുത്. നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോ? വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു നേരം പോക്കിന് ബാറ്ററി ചായക്കണ പരിപാടിയൊക്കെ ഉണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. ഉപയോഗത്തിലുള്ള ബാറ്ററി കൂടുതൽ ചൂടാകുന്ന സന്ദർഭം ഉണ്ടായാൽ ഉപയോഗം ഒഴിവാക്കണം. അതായത് എന്താ, കുറേ നേരം പ്രവർത്തിപ്പിക്കരുതെന്ന്. കുറേ നേരം പ്രവർത്തിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ചൂടാവും അല്ലേ? പിന്നെ അത് പിന്നീട് ഉപയോഗിക്കേണ്ടി നമുക്ക് വരില്ല. പിന്നെ അടുത്തത് പറയുന്നത്, വെള്ളം, തീ എന്നിവ ബാറ്ററിയുമായി സമ്പർക്കത്തിൽ വരാനുള്ള സാഹചര്യം ഒഴിവാക്കണം. അത് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ? പിന്നെ അതുപോലെ തന്നെ വിവിധ തരം ബാറ്ററികളിലുള്ള നിക്കൽ, കാഡ്മിയം, ലെഡ് തുടങ്ങിയ ലോഹങ്ങൾ ഹാനികരമായതിനാൽ ഇവ ശ്രദ്ധാപൂർവം നിർമ്മാർജ്ജനം ചെയ്യണം. അതായത് ഈ വക ബാറ്ററികളും സാധനങ്ങളൊക്കെ ഇവിടേക്കൊക്കെ ഒന്നും വലിച്ചെറിയാൻ പാടില്ല എന്ന്. അപ്പോൾ ഇതിൽ ഒരു 5 പോയിൻ്റാണ് ഉള്ളത്. അപ്പോൾ ഇതെന്തായാലും പഠിച്ചിരിക്കുക. നിങ്ങൾക്ക് അറിയാമെന്ന് കരുതിയിട്ട് ജസ്റ്റ് തള്ളിക്കളയരുത്. പോയിന്റുകളൊക്കെ പഠിച്ചു വയ്ക്കുക കേട്ടോ. ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹ തീവ്രത എങ്ങനെ കണക്കാക്കാം? അപ്പോൾ വൈദ്യുത പ്രവാഹ തീവ്രത കണക്കാക്കണമെങ്കിൽ ആദ്യം വൈദ്യുത പ്രവാഹ തീവ്രത എന്താണെന്ന് അറിയണം. അപ്പോൾ നമുക്ക് ആദ്യം അത് നോക്കാം. വൈദ്യുത ചാർജുകളുടെ ഒഴുക്കാണ് വൈദ്യുത പ്രവാഹം. അപ്പോൾ ചാർജുകളുടെ ഒഴുക്കിനെയാണ് പറയുന്നത് എന്ത്? വൈദ്യുത പ്രവാഹം എന്ന് പറയുന്നത്. യൂണിറ്റ് സമയത്തിൽ ഒരു ചാലകത്തിലൂടെ ഒഴുകുന്ന വൈദ്യുത ചാർജിൻ്റെ അളവിനെയാണ് വൈദ്യുത പ്രവാഹ തീവ്രത അല്ലെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു സമയം എടുക്കാം, ഒരു യൂണിറ്റ് സമയം എടുത്തിട്ട് ഒരു ചാലകത്തിലൂടെ ഒഴുകുന്ന വൈദ്യുത ചാർജിൻ്റെ അളവിനെയാണ് പറയുന്നത് വൈദ്യുത പ്രവാഹ തീവ്രത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത്. വൈദ്യുത പ്രവാഹ തീവ്രതയെ സൂചിപ്പിക്കാൻ I എന്ന അക്ഷരമാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിതിൽ നിന്നും സമവാക്യത്തിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ബാക്കിയുള്ളത് കൂടി വായിച്ചു നോക്കാം. ഒരു സർക്യൂട്ടിലൂടെ T സമയം കൊണ്ട് Q ചാർജ് ഒഴുകിയെങ്കിൽ ഒരു സെക്കൻഡിൽ ഒഴുകിയ ചാർജ് എത്രയാണ്? ഒരു സെക്കൻഡിൽ ഒഴുകിയ ചാർജ് സമം Q/T, അതായത് I = Q/T. ഈ സമവാക്യത്തിൽ നിന്ന് കറണ്ടിൻ്റെ യൂണിറ്റ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കറണ്ടിൻ്റെ യൂണിറ്റ് = ചാർജിൻ്റെ യൂണിറ്റ്, അതായത് Qൻ്റെ യൂണിറ്റ് ബൈ സമയത്തിൻ്റെ യൂണിറ്റ്. ചാർജിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കുളോമാണ് അല്ലേ? സമയത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നതോ സെക്കൻഡാണ്. അപ്പോൾ കറണ്ടിൻ്റെ യൂണിറ്റ് കുളം പെർ സെക്കൻഡ് ആണ്. ഇതിനെ ആംബിയർ എന്നാണ് പറയുന്നത്. ഇത് ആംബിയർ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ക്യാപിറ്റൽ ലെറ്റർ A ആണ് നമ്മൾ ആംബിയറിന് കൊടുക്കുന്നത്. അപ്പോൾ കറണ്ടിൻ്റെ യൂണിറ്റ് ആണ് ആംബിയർ. ആൻഡ്രെ മാരി ആംബിയർ എന്ന ശാസ്ത്രജ്ഞനോടുള്ള ആദരസൂചകമായിട്ടാണ് വൈദ്യുത പ്രവാഹ തീവ്രതയ്ക്ക് ആംബിയർ എന്ന യൂണിറ്റ് നൽകിയത്. അപ്പോൾ ആംബിയർ എന്ന് പറയുന്ന യൂണിറ്റിന് എങ്ങനെ പേര് വന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് ആൻഡ്രെ മാരി ആംബിയർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനോടുള്ള ആദരസൂചകമായിട്ട്. ചെറിയ യൂണിറ്റുകൾ ആയ മില്ലി ആംബിയർ, മൈക്രോ ആംബിയർ എന്നിവയും ഉപയോഗിക്കുന്നുണ്ട്. അതായത് 1 ആംബിയർ എന്ന് പറയുന്നത് 1000 മില്ലി ആംബിയർ ആണ്. 1 മില്ലി ആംബിയർ എന്ന് പറഞ്ഞാലോ 1000 മൈക്രോ ആംബിയർ ആണ്. അത് ആ ബോക്സിലുള്ളതാണ് കേട്ടോ. അതിൻ്റെ ആവശ്യം നിങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഒരു ചാലകത്തിലൂടെ 10 കുളോം ചാർജ് ഒഴുകാൻ 5 സെക്കൻഡ് സമയം എടുത്തുവെങ്കിൽ കറണ്ട് എത്ര? ചെയ്താലോ? ഫിസിക്സിനോട് ഉള്ള ഇഷ്ടമില്ലാതാവുന്നത് ഈ പ്രോബ്ലംസ് വരുമ്പോഴാണല്ലേ. ഒട്ടുമിക്ക പേർക്കും പ്രോബ്ലംസ് സുഖമല്ലേ ചെയ്യാൻ. ഇക്വേഷനിലേക്കാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കുകൾ കിട്ടും. അപ്പോൾ നമുക്ക് ചെയ്യാം. ചാർജ് Q = 10 കുളോം, സമയം T = 5 സെക്കൻഡ്. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് I = Q/T. Q എന്ന് പറഞ്ഞാൽ 10, T എന്ന് പറഞ്ഞാൽ 5. 10/5 എന്ത് വരും? 2 ആംബിയർ ആണ്. എക്സാമിനൊക്കെ പലരും പ്രോബ്ലംസ് ഒഴിവാക്കാറാണ് പതിവ്. ഇനി അഥവാ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇക്വേഷൻ ഏതാ തന്നിരിക്കുന്ന വാല്യൂസ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നിങ്ങൾക്ക് പറ്റാവുന്നത് പോലെ നിങ്ങൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്തായാലും മാർക്ക് കിട്ടും. കേട്ടല്ലോ? മുഴുവൻ മാർക്ക് കിട്ടിയില്ലെങ്കിലും ഒരു 2 മാർക്കിൽ ഒരു 1.5 മാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടും. ആൻസർ തെറ്റായാലും കുഴപ്പമില്ല, ബാക്കി ചെയ്തതിനെല്ലാം നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തോളൂ. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഒരു ചാലകത്തിലൂടെ 1.5 ആംബിയർ കറണ്ട് 3 സെക്കൻഡ് പ്രവഹിക്കുന്നുവെങ്കിൽ ചാലകത്തിലൂടെ ഒഴുകിയ വൈദ്യുത ചാർജിൻ്റെ അളവ് കണക്കാക്കുക. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ എടുത്ത് എഴുതാം. കറണ്ട് I = 1.5 ആംബിയർ, സമയം
3 സെക്കൻഡ്. I is equal to Q by T. Q is equal to I into T. I എന്ന് പറയുന്നത് 1.5 T എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ നമ്മൾ പോയിന്റ് സ്ഥാനമൊന്നും ഇല്ലാണ്ട് 15 × 3 ഗുണിക്കുക, അപ്പോൾ 45 കിട്ടും. ആൻസറിലേക്ക് വരുമ്പോൾ ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടുമ്പോൾ 4.5 കുളോം ആയിരിക്കും ആൻസർ വരുന്നത്. അടുത്തതാണ് ചാലകത്തിലൂടെയുള്ള വൈദ്യുത പ്രവാഹം. ഒരു ചാലകത്തിൽ ധാരാളം സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഉണ്ട്. ചിത്രം 7.17 ചാലകം EMFന്റെ സ്രോതസ്സുമായി ബന്ധിപ്പിക്കുമ്പോൾ ചാലകത്തിൽ A എന്ന അഗ്രത്തിൽ നിന്ന് ഇലക്ട്രോണുകൾക്ക് ലഭിക്കുന്ന അതേ തള്ളൽ തത്സമയം B അഗ്രത്തിലും അനുഭവപ്പെടുന്നു. ഇവിടെ ചിത്രത്തിൽ ഒരു ചാലകം തന്നിട്ടുണ്ട്. ആ ചാലകത്തിൻ്റെ 2 അഗ്രങ്ങളാണ് A എന്നും B എന്നും പറയുന്നത്. ഇനി പറഞ്ഞിരിക്കുന്നത് ചാലകത്തിൽ ഒരുപാട് സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ഒരു ചാലകത്തിനെ ഒരു ഊർജ്ജ സ്രോതസ്സുമായിട്ട് ഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഊർജ്ജ സ്രോതസ്സുമായി ഘടിപ്പിക്കുന്ന സമയത്ത് A എന്ന് പറയുന്ന ആ ഭാഗത്തു നിന്നും ഇലക്ട്രോണുകൾ തള്ളാനായിട്ട് തുടങ്ങും. അതായത് അവർക്കൊരു ബലം കിട്ടും. ആ ബലം കിട്ടുമ്പോൾ അവിടെ നിന്നും ഇലക്ട്രോണുകൾ ഇങ്ങനെ ചലിക്കാൻ തുടങ്ങും. A എന്ന് പറയുന്ന അഗ്രത്തിലുള്ള ഇലക്ട്രോണുകൾക്ക് ലഭിക്കുന്ന അതേ തള്ളല് B എന്ന് പറയുന്ന ഭാഗത്തുള്ള ഇലക്ട്രോണുകൾക്കും ലഭിക്കുന്നു എന്ന്. ഇനി നമുക്ക് ബാക്കി വായിക്കാം. അതിനാൽ സ്രോതസ്സിൻ്റെ നെഗറ്റീവ് ടെർമിനലിൽ നിന്നും ചാലകത്തിലേക്ക് പ്രവേശിക്കുന്ന ഇലക്ട്രോണുകളുടെ തുല്യ എണ്ണം ഇലക്ട്രോണുകൾ അതേസമയം തന്നെ ചാലകത്തിൻ്റെ രണ്ടാമത്തെ അഗ്രത്തിലൂടെ തിരിച്ച് സ്രോതസ്സിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ എത്തുന്നു. സ്രോതസ്സിൻ്റെ നെഗറ്റീവ് ടെർമിനലിൽ നിന്നും ചാലകത്തിലേക്ക് പ്രവേശിക്കുന്ന ഇലക്ട്രോണുകൾ, അതായത് നമ്മുടെ ഈ A എന്ന് പറയുന്ന ഭാഗമാണ് നെഗറ്റീവ് എന്ന് പറയുന്നത്, അതിലൂടെയാണ് സ്രോതസ്സിൽ നിന്നും ഇലക്ട്രോണുകൾ ചാലകത്തിലേക്ക് പ്രവേശിക്കുന്നത്. അത്രയും എണ്ണം ഇലക്ട്രോണുകൾ ചാലകത്തിൻ്റെ രണ്ടാമത്തെ അഗ്രത്തിലൂടെ സ്രോതസ്സിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ എത്തിച്ചേരുന്നു. അതായത് എയിൽ നിന്നും ഇലക്ട്രോണുകൾ A എന്ന് പറയുന്ന അഗ്രത്തിൽ നിന്നും ഇലക്ട്രോണുകൾ മൂവ് ചെയ്തിട്ട് B എന്ന് പറയുന്ന അഗ്രത്തിലെത്തും. അവിടെ നിന്നും സ്രോതസ്സിൻ്റെ പോസിറ്റീവ് ടെർമിനലിലേക്ക് സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് സ്വിച്ച് ഓൺ ചെയ്ത ഉടൻ തന്നെ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന്. അപ്പോൾ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു ചാലകത്തിന് A എന്നും B എന്നും പറയുന്ന 2 അഗ്രങ്ങളുണ്ട്. A നെഗറ്റീവ് ആണ്, B പോസിറ്റീവ് ആണ്. ഇതിനെ ഒരു സ്രോതസ്സുമായിട്ട് ഘടിപ്പിക്കുമ്പോൾ സ്രോതസ്സിൽ നിന്നും ഇലക്ട്രോണുകൾ Aയിലൂടെ ചാലകത്തിലൂടെ ചലിച്ചിട്ട് Bയിലേക്ക് എത്തിച്ചേരും. Bയിൽ നിന്നും സ്രോതസ്സിൻ്റെ പോസിറ്റീവിലേക്ക് എത്തിച്ചേരും. അങ്ങനെയാണ് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഉപകരണം പ്രവർത്തിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇൻസുലേറ്ററുകളിൽ സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ സാന്നിധ്യം വളരെ കുറവായിരിക്കും. ഇൻസുലേറ്റർ എന്ന് പറയുന്നത് വൈദ്യുതിയെ കടത്തിവിടാത്ത വസ്തുക്കളെ പറയുന്നതാണ് ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇലക്ട്രോണുകളുടെ സാന്നിധ്യം കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ചാലകത്തിലൂടെ വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ ഇലക്ട്രോണുകൾ വൈദ്യുത സ്രോതസ്സിൻ്റെ നെഗറ്റീവ് ഭാഗത്തു നിന്നും പോസിറ്റീവ് ഭാഗത്തേക്കാണ് പ്രവഹിക്കുന്നത്. ഒരു ചാലകത്തിലൂടെ വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ ഇലക്ട്രോണുകൾ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കാണ് സഞ്ചരിക്കുന്നത്. പക്ഷേ വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശ എന്ന് പറയുന്നത് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കായിരിക്കും. മനസ്സിലായല്ലോ? കറണ്ടിൻ്റെ ദിശയ്ക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇലക്ട്രോണുകൾ ചലിക്കുന്നത്. അമ്മീറ്റർ എന്ന ഉപകരണം ഉപയോഗിച്ചാണ് സർക്യൂട്ടിലെ കറണ്ട് അളക്കുന്നത്. ചിത്രം 7.18 നിരീക്ഷിച്ച് ഒരു സർക്യൂട്ടിൽ അമ്മീറ്റർ ഘടിപ്പിച്ചിരിക്കുന്ന രീതി മനസ്സിലാക്കുക. അപ്പോൾ കറണ്ട് അളക്കാനുള്ള ഒരു ഉപകരണമാണ് അമ്മീറ്റർ എന്ന് പറയുന്നത്. റൈറ്റ് സൈഡിലൊരു ക്ലാമ്പ് അമ്മീറ്റർ ഒക്കെ തന്നിട്ടുണ്ട്. ജസ്റ്റ് അതിൻ്റെ പിക്ചറൊക്കെ ഒന്ന് നോക്കി വെക്കാം കേട്ടോ. നെക്സ്റ്റ് നോക്കാം. ഒരു വൈദ്യുത സർക്യൂട്ടിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന അമ്മീറ്ററിൽ 1 ആംപിയർ റീഡിംഗ് കാണിക്കുന്നുവെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട് അമ്മീറ്ററിലൂടെ ഒഴുകിയ ചാർജ് എത്ര? ഇക്വേഷൻ വരുന്നത് I is equal to Q by T ആണ്. അപ്പോൾ അത് നമുക്ക് Q ആണ് കണ്ടുപിടിക്കേണ്ടത്. Q is equal to I into T. ഇവിടെ I തന്നിട്ടുണ്ട് 1 ആംപിയർ, T എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ്. ദാറ്റ് is equal to 1 into 1 കുളോം. ഇവിടെ വൈദ്യുത സർക്യൂട്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കാം. ഒരു വൈദ്യുത സ്രോതസ്സും വൈദ്യുതി ഉപയോഗപ്പെടുത്തുന്ന ഉപകരണവും കറണ്ട് ഒഴുകത്തക്ക രീതിയിൽ ബന്ധിപ്പിക്കുന്ന സംവിധാനമാണ് വൈദ്യുത സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വൈദ്യുത സർക്യൂട്ടിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരു വൈദ്യുത സ്രോതസ്സും ഉണ്ടാവും, പിന്നെ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം ഉണ്ടാവും. ഇനി അതെല്ലാം കൂടിയിട്ട് ശരിയായ രീതിയിൽ കണക്ട് ചെയ്യുമ്പോഴാണ് ഒരു വൈദ്യുത സർക്യൂട്ടായിട്ട് മാറുന്നത്. അടുത്തതൂടെ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് തന്നിരിക്കുന്ന ചിത്രത്തിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചിത്രത്തിൽ ബൾബുണ്ട്, കീ ഉണ്ട്, 2 ബാറ്ററി ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രതീകങ്ങൾ ഉപയോഗിച്ചിട്ടാണ് 7.19 ബിയിൽ വരച്ചിരിക്കുന്നത്. അപ്പോൾ ബൾബിൻ്റെ ചിഹ്നം അതുപോലെ തന്നെ ബാറ്ററിയുടെയും കീയുടെ ചിഹ്നങ്ങളൊക്കെ പ്രതീകങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഇനി അത് വെച്ചിട്ട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത്. പട്ടിക 7.5 ഉപയോഗപ്പെടുത്തി ഒരു സർക്യൂട്ട് വരയ്ക്കുക. സർക്യൂട്ടിലെ ഏതെങ്കിലും 3 ഘടകങ്ങളുടെ പേരും ഉപയോഗവും എഴുതുക. അപ്പോൾ നമുക്കതൊന്ന് വരയ്ക്കാം, അതിനുശേഷം അത് എഴുതാം. ഇവിടെ ബാറ്ററി, സ്വിച്ച്, ബൾബ് എന്നിവ ഉപയോഗിച്ചിട്ട് ഒരു സർക്യൂട്ടാണ് വരച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ യൂസസ് ഏതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അത് എഴുതാം. അതിൻ്റെ യൂസസ് നമുക്ക് നോക്കാം. ബാറ്ററി വൈദ്യുതിയുടെ സ്രോതസ്സായിട്ട് ഉപയോഗിക്കുന്നു. സ്വിച്ച് ഓണാക്കാനും ഓഫാക്കാനും ഉപയോഗിക്കുന്നു. ബൾബ് എന്ന് പറയുന്നത് വൈദ്യുതോർജ്ജത്തെ പ്രകാശോർജ്ജമാക്കി മാറ്റുന്നു.
ഇനി ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ കുറേ ഘടകങ്ങളും അതിൻ്റെ പ്രതീകങ്ങളും തന്നിട്ടുണ്ട്. ഇതിൽ തെറ്റിപ്പോകുന്നത് സെല്ലും ബാറ്ററിയാണ്. സെല്ലെന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് നെഗറ്റീവേ ഉണ്ടാവുള്ളൂ. ബാറ്ററി ആകുമ്പോൾ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ്, ഒരു പോസിറ്റീവ് നെഗറ്റീവ് രണ്ടെണ്ണം കൂടി ചേരുമ്പോഴാണ് ഒരു ബാറ്ററി ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ മാറിപ്പോകുന്നത് പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. വോൾട്ട് മീറ്റർ എന്ന് പറയുമ്പോൾ ആ റൗണ്ടിൻ്റെ ഉള്ളിൽ വി കൊടുക്കണം. അമീറ്റർ ആകുമ്പോൾ റൗണ്ടിൻ്റെ ഉള്ളിൽ എ കൊടുക്കണം. ബാക്കിയെല്ലാം നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ചിത്രം 7.2.1 കാണിച്ച സർക്യൂട്ട് നിരീക്ഷിച്ച് അമ്മീറ്റർ, വോൾട്ട് മീറ്റർ എന്നിവയുടെ പ്രതീകം, ഉപയോഗം, സർക്യൂട്ടിൽ ഘടിപ്പിക്കുന്ന രീതി എന്നിവ പട്ടികപ്പെടുത്തുക എന്ന്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അമ്മീറ്ററും വോൾട്ട് മീറ്ററിൻ്റെയും പ്രതീകം, ഉപയോഗം, അതുപോലെ തന്നെ ഘടിപ്പിക്കുന്ന രീതിയൊക്കെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഈ ഒരു ടേബിളിലാണ് നമുക്ക് എഴുതാനുള്ളത്. വോൾട്ട് മീറ്ററും അമ്മീറ്ററും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഇതിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് എഴുതാം. വോൾട്ട് മീറ്റർ പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാനാണ് വോൾട്ട് മീറ്റർ ഉപയോഗിക്കുന്നത്. അമ്മീറ്റർ കറണ്ട് അളക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പ്രതീകം കൊടുത്തിരിക്കുന്നത് ആ റൗണ്ടിൻ്റെ ഉള്ളിൽ വി വരുന്നത് വോൾട്ട് മീറ്ററും അമ്മീറ്ററിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് എ എന്ന് പറയുന്ന ലെറ്റർ കൊടുക്കാം. ഉപകരണത്തിന് സമാന്തരമായി ഘടിപ്പിക്കണം. ഇനി നമ്മൾ സർക്യൂട്ടിലൊക്കെ ഘടിപ്പിക്കുന്ന സമയത്ത് എങ്ങനെ ഘടിപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? സമാന്തരമായിട്ടായിരിക്കണം വോൾട്ട് മീറ്റർ ഘടിപ്പിക്കേണ്ടത്. അമ്മീറ്റർ ആണെന്നുണ്ടെങ്കിലോ സർക്യൂട്ടിൽ ശ്രേണി രീതിയിലായിരിക്കണം ഘടിപ്പിക്കേണ്ടത്. ഇനി വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനലിനെ സെല്ലിൻ്റെ അല്ലെങ്കിൽ ഉപകരണത്തിൻ്റെ പോസിറ്റീവിനോടും നെഗറ്റീവ് ടെർമിനലിനെ സെല്ലിൻ്റെ നെഗറ്റീവിനോടും ബന്ധിപ്പിക്കണം. അതായത് വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുമ്പോൾ വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ഉപകരണത്തിൻ്റെ പോസിറ്റീവിനോടും അതുപോലെ തന്നെ വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവ് ഉപകരണത്തിൻ്റെ നെഗറ്റീവിനോടും കണക്ട് ചെയ്യണം. അമ്മീറ്ററിലാണെങ്കിലും ഇതുപോലെ തന്നെയാണ് വരുന്നത്. മീറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനലിനെ സെല്ലിൻ്റെ അല്ലെങ്കിൽ ഉപകരണത്തിൻ്റെ പോസിറ്റീവിനോടും നെഗറ്റീവ് ടെർമിനലിനെ സെല്ലിൻ്റെ നെഗറ്റീവിനോടും ബന്ധിപ്പിക്കണം. അപ്പോൾ വോൾട്ട് മീറ്റർ ആയാലും അമ്മീറ്റർ ആയാലും ഒരു സെല്ലുമായിട്ട് ഘടിപ്പിക്കുമ്പോൾ പോസിറ്റീവിനോടും നെഗറ്റീവിനോടും ബന്ധിപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഓം നിയമമാണ്. അപ്പോൾ നമുക്കത് അടുത്ത വീഡിയോയിൽ നോക്കാം. ഇതുവരെയുള്ളത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.